ഹായ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് പിസ്സ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഷുഗറും അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഈസ്റ്റും ഇളം ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് വെക്കണം. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും ഇത് കുറച്ച് നേരം വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് മാവ് കുഴയ്ക്കുമ്പോൾ തന്നെ യൂസ് ചെയ്യാം. ഈസ്റ്റ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി പിസ്സ ഡോ ഉണ്ടാക്കാം. ഈസ്റ്റ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. അതോടൊപ്പം 1.25 കപ്പ് മൈദ ഞാൻ ഈ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി പിസ്സ ഡോ തയ്യാറാക്കാം. കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം പൊങ്ങിയ ഈസ്റ്റും ഇതിലേക്ക് ചേർക്കാം. ഒറിഗാനോ കുറച്ച് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി അഴിഞ്ഞ രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല സ്റ്റിക്കി ആയിട്ട് തോന്നും. അപ്പോൾ കുറച്ച് ഞാൻ ഇവിടെ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം. പിസ്സയ്ക്ക് വേണ്ടിയിട്ട് സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളകാണ് എടുത്തത്. വറ്റൽമുളക് ഞാൻ സീഡ് കളഞ്ഞിട്ടാണ് എടുത്തത്, എരിവ് കൂടുന്നതിന്. ഇത് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ട് അരച്ചെടുത്തിട്ട് വരാം. മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം പിസ്സ ഡോ. ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ തടവി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇനി ഈ മാവെടുത്ത് ഇതിലേക്ക് വെച്ചിട്ട് നല്ലൊരു അടപ്പ് കൊണ്ട് അടച്ചു വെക്കുകയോ അല്ലെങ്കിൽ ക്ലീൻ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് വെക്കുകയോ ചെയ്താൽ മതി. ടൊമാറ്റോ ഞാനിവിടെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പിസ്സ സോസ് ഉണ്ടാക്കാം. പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. കോക്കനട്ട് ഓയിൽ ചേർക്കരുത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഹോളായിട്ടുള്ള ചില്ലി ഉണ്ടെങ്കിൽ ആ ടൊമാറ്റോ വേവിക്കുന്ന സമയത്ത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് അരച്ചെടുത്ത ടൊമാറ്റോ മിക്സ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ വിനേഗർ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണ തെളിയുന്ന വരെ ഒന്ന് വരട്ടിയെടുക്കണം. സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം സോസ്. ഞാൻ പിസ്സയിൽ കുറച്ച് പനീർ ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ വേണമെങ്കിൽ ഇത് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഷാലോ ഫ്രൈ ചെയ്യുന്നില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് സോസും ഒറിഗാനോയും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. കുറച്ച് ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതാണ് ഞാൻ പിസ്സയിലേക്ക് ചേർക്കുന്നത്. പിസ്സ ഡോ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്.
കുഴച്ചെടുത്തിട്ട് ഇവിടെ പാനിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഒലിവ് ഓയിൽ തടവിട്ട് വെച്ചതാണ്. ഇതിലേക്ക് ഇത് പരത്തി വെക്കാം. എല്ലാ സ്ഥലത്തും ഈവനായി വരുന്ന വിധത്തിൽ വേണം ഇത് സ്പ്രെഡ് ആക്കാൻ. ചെറിയൊരു തിക്നെസ് വേണം. ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ബ്രെഡ് മൊത്തം വല്ലാണ്ട് പൊങ്ങി വരും. അങ്ങനെ ആവാതിരിക്കാൻ ഒന്ന് ഇത് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഇതിലേക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് സവാളയും ക്യാപ്സിക്കവും ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിരത്താം. ക്യാപ്സിക്കവും സവാളയും ഞാൻ ഇവിടെ നിരത്തിയിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് ചീസ് സ്പ്രെഡാക്കാം. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് പനീർ വെക്കുന്നുണ്ട്. പനീർ നിരത്തിയിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഒരിഗാനോ കൂടി സ്പ്രെഡാക്കിയിട്ട് അതിൻ്റെ മേലെ ചീസ് കുറച്ച് കൂടുതൽ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പിസയ്ക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. ഒരു സ്ലൈസ് ചീസ് കൂടി ഇടുന്നുണ്ട്. ഞാൻ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് 200-ൽ 16 മിനിറ്റ് വെച്ചിട്ടാണ് എയർ ഫ്രയറിൽ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റുള്ള പിസയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതോടൊപ്പം എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.